അച്ഛാ, അച്ഛനൊന്ന് ഓഫീസ് വരെ വരണം, ഒരു അത്യാവശ്യമുണ്ട്. ഞാനിവിടെ നവീൻ്റെ അടുത്താണല്ലോ. എന്താ അത്യാവശ്യം? അത് നമ്മുടെ ഹൈദരാബാദിലെ കുറച്ച് ഇൻവെസ്റ്റേഴ്സ് ഉണ്ടല്ലോ, അവരോട് നവീൻ സാറ് ഹോസ്പിറ്റലൈസ്ഡ് ആണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ കളരിക്കൽ ഗ്രൂപ്പിൽ നിന്ന് ആരെങ്കിലും ഒരാളെ കാണണമെന്ന് അവർ നിർബന്ധം പിടിക്കുക. എടോ, കമ്പനി കാര്യങ്ങളിൽ എൻ്റെ പേര് വെക്കുന്നുണ്ടെന്നല്ലാതെ എനിക്ക് അവിടുത്തെ കാര്യങ്ങളെ കുറിച്ചൊന്നും അറിയില്ല. പിന്നെ ഞാൻ വന്നിട്ട് എന്താ? അയ്യോ അച്ഛാ, അച്ഛൻ്റെ പ്രസൻസ് മാത്രം മതി, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവരോട് സംസാരിച്ച് ഡീൽ ചെയ്തിട്ടുണ്ട്. എങ്കിൽ ഞാൻ നവീനോടൊന്ന് പറഞ്ഞിട്ട് ഇറങ്ങാം. അച്ഛാ, അയ്യോ നവീൻ സാറിനെ ബുദ്ധിമുട്ടിക്കണ്ട, ഞാൻ സാറിനെ വിളിച്ചു ചോദിച്ചു. അച്ഛനെ വിളിച്ചോളാൻ സാറാ പറഞ്ഞേ. എന്നാ ശരി, ഞാൻ വരാം. ആ ശരി അച്ഛാ. ശരി സുമിത്രേ, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് ഓഫീസിൽ വരെ ഒന്ന് പോകണം. എന്താ വിശേഷിച്ച്? അവിടെ ആരൊക്കെയോ പ്രധാനപ്പെട്ട ആളുകൾ വന്നിട്ടുണ്ട്. നവീന് പോകാൻ പറ്റാത്തതുകൊണ്ട് കളരിക്കൽ ഗ്രൂപ്പിൽ നിന്ന് ആരെങ്കിലും ഒരാളെ കാണണമെന്ന് അവർ പറയുന്നുണ്ട്. നവീൻ പറഞ്ഞിട്ടാ മാണിക്കുഞ്ഞെന്നെ വിളിച്ചത്. ഇനിയിപ്പം ഞാൻ പോയില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയ ഉടനെ അവൻ ഓഫീസിലേക്ക് പോകും. അത് വേണ്ട നന്ദേട്ടാ, കുറച്ച് ദിവസത്തേക്ക് എന്തായാലും ഞാൻ അവനെ എവിടേക്കും വിടുന്നില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യ്, ഡിസ്ചാർജ് കഴിഞ്ഞിട്ട് താൻ മക്കളെയും കൂട്ടി വീട്ടിലേക്ക് പോയിക്കോ. ശാപമോക്ഷം കിട്ടി തിരിച്ചു വരുന്നത് കൊണ്ട് അമ്മ രണ്ടുപേരെയും സ്വീകരിക്കാൻ കാത്തിരിക്കുക, അറിയാലോ. അതുകൊണ്ട് സമയം തെറ്റിക്കണ്ട. ഇല്ല, ഞങ്ങൾ കൃത്യസമയത്ത് തന്നെ എത്തിക്കൊള്ളാം. ഇവിടുന്ന് അധികം സമയം എടുക്കില്ലല്ലോ. ആ, നിങ്ങളങ്ങ് എത്തുമ്പോഴേക്കും ഞാൻ തിരിച്ചു വരാം. എന്നെ ഒരാളായിട്ട് കാണിക്കാൻ വിളിച്ചു എന്നേ ഉള്ളൂ, അല്ലാതെ എനിക്ക് അവിടെ പ്രത്യേകിച്ച് ഡ്യൂട്ടി ഒന്നുമില്ല. എന്നാ പിന്നെ ഞാൻ വൈകുന്നില്ല, പോയിട്ട് വരാം. ശരി നന്ദേട്ടാ.